തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ റൗണ്ടിൽ മഴ പെയ്തിട്ടുള്ള ഒരവസ്ഥ നമുക്ക് കാണുന്നത്. നമുക്ക് കാണാൻ ഈ മഴ എന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒന്നാണല്ലോ. പക്ഷേ വികസനത്തിൽ മഴ എന്ന് പറഞ്ഞാൽ വികസനത്തിൽ മഴയില്ല. മഴ പെയ്താൽ വെള്ളം എങ്ങനെ വലിച്ചു പോകണം, വെള്ളം എങ്ങനെ ഒഴുകി പോകണം എന്ന് ഉള്ള കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് നമ്മുടെ വികസനത്തിൽ പാലം, റോഡ്, വിമാനത്താവളം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിൽ മഴ പെയ്യുമെന്നൊരു ഓർമ്മ ഈ പറയുന്ന വികസന വാദികൾക്കില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു മഴ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ റോഡുകളൊക്കെ കായൽ പോലായി മാറുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇത് കേരളത്തിൽ 6 മാസം മഴ നീണ്ടു പെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യാറുള്ള സ്ഥലമാണ് എന്ന ഓർമ്മ പോലും ഈ വികസനവാദികൾക്ക് ഇല്ല എന്നുള്ളതാണ്. വികസനത്തിൽ മഴ ഉണ്ടാവുമെന്ന് ഓർക്കണ്ടേ? വികസനത്തിൽ വെയിൽ മാത്രമല്ലല്ലോ, മഴയുണ്ടല്ലോ. മഴ ഒരു വികസനമാണല്ലോ. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നഗരങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മളുടെ റോഡുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മളുടെ വികസനങ്ങൾ നടത്തുമ്പോൾ മഴ പ്രതീക്ഷിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒറ്റ മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ആകെ ചെളിയായി, കുളമായി, കായലായി പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അതായത് ഈ വെള്ളം പലപ്പോഴും ഇത് ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നാണ്. പക്ഷേ അതൊക്കെ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ മാത്രമൊക്കെ നടത്തില്ല എന്നാണ് പറയുന്നത്.